എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസ് ആണ് സുഭാഷ് ചന്ദ്രബോസും അതേപോലെ തന്നെ ഭഗത് സിംഗും. അപ്പോൾ ഈ രണ്ട് പേരെ കുറിച്ചുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വന്ന മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. സുഭാഷ് ചന്ദ്രബോസ് ജനനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1897 ജനുവരി 23-നാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. അപ്പോൾ ജനനം 1897 ജനുവരി 23-നാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്കാണ്, ഒറീസ. അപ്പോൾ ജന്മസ്ഥലം കട്ടക്, ഒറീസയാണ്. മരണം 1945 ഓഗസ്റ്റ് 18. സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്, ഗാന്ധിജി എന്ന് പറയുന്നത്. ദേശനായകൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ടാഗോർ ആണ്. ഓക്കെ, അപ്പോൾ ദേശനായകൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെ ടാഗോറും, അതേപോലെ തന്നെ എന്താണ്, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് CR ദാസ് ആണ്. CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. 1928 ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ത്യ ലീഗ് സമിതി രൂപീകരിച്ച വ്യക്തികളാണ് സുഭാഷ് ചന്ദ്രബോസും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും. സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയർ ആയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930-ലാണ് സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയർ ആയത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റായ വർഷം എന്നാ ചോദിച്ചാൽ, നമ്മൾ INC പഠിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോയതാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആയത് ഹരിപുര സമ്മേളനം നടന്ന വർഷം 1938-ലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇത് പറഞ്ഞത്. അതായത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ജനനം 1897-ലാണ്. എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്ക്, ഒറീസയാണ്. മരണം 45 ഓഗസ്റ്റ് 18. സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CR ദാസ് ആണ്. 1928 ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ത്യ ലീഗ് സമിതി രൂപീകരിച്ച വ്യക്തികളാണ് സുഭാഷ് ചന്ദ്രബോസും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും. സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയർ ആയത് 1930. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 ഹരിപുര സമ്മേളനം. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ വർഷമാണ് 1939 ത്രിപുരി സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപുരി സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നോമിനിയായി സുഭാഷ് ചന്ദ്രബോസിനെതിരായി മത്സരിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യ കേട്ടോ, പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഗാന്ധിജിയുടെ നോമിനിയായി സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ചോദിച്ചതാണ്, അതാണ് പട്ടാഭി സീതാരാമയ്യ. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇനി ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായത് 1939 മെയ് 3-നാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായത്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിതമായത് എന്നാ 1939 മെയ് 3. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളാണ് സിയാവുദ്ദീൻ അതേപോലെ തന്നെ മൊസോട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളാണ് സിയാവുദ്ദീനും മൊസോട്ടോ. സിംഗപ്പൂരിൽ വച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കനേഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കനേഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു.
INA മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ INA മുൻഗാമിയായി അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. INA മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസുമാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും അതേപോലെ തന്നെ റാഷ് ബിഹാരി ബോസുമാണ്. എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരാണ്. ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് അംഗീകരിച്ച രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. അപ്പോൾ ആസാദ് ഹിന്ദു ഗവൺമെന്റ് അംഗീകരിച്ച രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ആസാദ് ഹിന്ദ് ഫൗദിക എന്ന സംഘടന രൂപീകരിച്ച വർഷം. അപ്പോൾ ആസാദ് ഹിന്ദു എന്ന സംഘടന രൂപീകരിച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1942 ആസാദ് ഹിന്ദു എന്ന സംഘടന രൂപീകരിച്ചത് 1942. ആസാദ് ഹിന്ദു ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പുനർനാമകരണം ചെയ്ത വർഷമാണ് 1943. അപ്പൊ ആസാദ് ഹിന്ദു ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പുനർനാമകരണം ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1943. INA വനിതാ വിഭാഗമായ റാണി ഝാൻസി റെജിമെന്റിന്റെ മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ INA വനിതാ വിഭാഗമായ റാണി ഝാൻസി റെജിമെന്റ് മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. അപ്പോൾ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ. സുഭാഷ് ചന്ദ്രബോസിനെ പ്രശസ്ത രചനകളാണ് ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കലും അതേപോലെ തന്നെ ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നതും. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്ത രചനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കിലും അതേപോലെ തന്നെ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നതുമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്ത രചനകൾ. സുഭാഷ് ചന്ദ്രബോസിനെ അപൂർണമായ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അനൂദ്ധർ ആണ്. അനൂദ്ധർ. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂന്ധർ ആണ്. അനൂന്ധർ. ഓക്കെ, തായ്വാന്റെ തലസ്ഥാനമായി തായ് എന്ന വിമാന അപകടത്തിൽ നേതാജി അന്തരിച്ചതായി കരുതപ്പെടുന്നു. തായ്വാന്റെ തലസ്ഥാനമായ തായി നടന്ന വിമാനാപകടത്തിൽ നേതാജി അന്തരിച്ചതായി കരുതപ്പെടുന്നു. അപ്പോൾ ശരിക്കും അതിപ്പോഴും ഒരു നിഗൂഢമായ ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയായിട്ടും കുറച്ച് ആളുകൾ പറയുന്നു നേതാജി മരിച്ചില്ലായിരുന്നു എന്ന്, കുറച്ചാളുകൾ പറയുന്നു മരിച്ചു എന്ന്, എന്താണ് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് കുറേ അഭ്യൂഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, തായ്വാന്റെ തലസ്ഥാനമായ തായി നടന്ന വിമാന അപകടത്തിൽ നേതാജി അന്തരിച്ചതായി കരുതപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, കോസ്ല കമ്മീഷൻ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, കോസ്ല കമ്മീഷൻ. നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ജപ്പാനിലെ റങ്കോജി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ജപ്പാനിലെ റങ്കോജി ക്ഷേത്രത്തിലാണ്. ജപ്പാനിലെ റങ്കോജി ക്ഷേത്രം. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കുന്നു. ഇത് ബേസ് ചോദിച്ചെങ്ങനെയാണോ, എന്നാണ് പരാക്രം ദിവസം എന്നുള്ളത്. എന്നാണ് പരാക്രം ദിവസമായി ആചരിക്കുന്നത്? ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കുന്നത്. എന്നാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് എന്ന് ജനുവരി 23. അന്നാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്?
പരാക്രം ദിവസായിട്ട് ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ ആഗ്രഹപ്രകാരമാണ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയരുന്നത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ആഗ്രഹപ്രകാരമാണ് എവിടെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയരുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ജയ് ഹിന്ദ്, ദില്ലി ചലോ. ഒത്തിരി തവണ PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ജയ് ഹിന്ദ്, രണ്ടാമത്തെയാണ് ദില്ലി ചലോ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 1 മാർക്ക് ഷുവറാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇനി ചോദ്യം പലത് ഉത്തരം 1. നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ. നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി. അപ്പോൾ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. അപ്പോൾ INCയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാ? സുഭാഷ് ചന്ദ്രബോസ്. ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത വ്യക്തി. അപ്പോൾ ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത വ്യക്തി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനയിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ. ഒന്നാമത്തെ, നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി. INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത വ്യക്തി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഇതെല്ലാം ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് നേരെ ഭഗത് സിംഗിലേക്ക് പോവാം. ജനനം 1900, അത് നമ്മുടെ നമ്പർ അവിടെ നിന്ന് മാറിപ്പോയിട്ടോ. സെപ്റ്റംബർ 28. ജന്മസ്ഥലം ലായ്പൂരാണ്. പിതാവ് കിഷൻ സിംഗ് സിന്ധു ആണ്. മാതാവ് വിദ്യാവതി. മരണം 1931 മാർച്ച് 23. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഭഗത് സിംഗ് എന്ന് പറയുന്നത്. ഷഹീദി അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി. അതേപോലെ ഭഗത് സിംഗ് ജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷമാണ് 1926. അപ്പോൾ ഭഗത് സിംഗ് ജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷമാണ് 1926. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയിരുന്ന ജോൺ പി സാൻഡേഴ്സിനെ വധിച്ച വ്യക്തിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയിരുന്ന ജോൺ പി സാൻഡേഴ്സിനെ വധിച്ച വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ് എന്ന് പറയുന്നത്. ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ അംഗമായിരുന്നു. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയുടെ പേരാണ്. ചോദിച്ചാണ് ചോദ്യമാണ് കേട്ടോ. ലാഹോറിൽ ആരംഭിച്ച മാസികയുടെ പേര്. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയുടെ പേരാണ് കോംറേഡ്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായ രചനയാണ് അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ ആവില്ല. അപ്പോൾ ഭഗത് സിംഗിന്റെ പ്രശസ്തമായ രചനയാണ് അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാ നാമങ്ങളാണ് വിദ്രാഹിയും ബൽവന്ത്, രഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാ നാമങ്ങൾ ഏതൊക്കെയാ? വിദ്രാഹി, അതേപോലെ തന്നെ ബൽവന്ത്, രഞ്ജിത്ത്. ഭഗത് സിംഗ് രചിച്ച പ്രബന്ധമാണ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് ആരുടെ
പ്രസിദ്ധമായ ഗ്രന്ഥമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രബന്ധം ആരുടെ പ്രബന്ധമാണ്? വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. ഭഗത് സിംഗിന്റെ രചിച്ച പ്രബന്ധമാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. ഭഗത് സിംഗും വരുകേശർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നേരെ ബോംബെറിഞ്ഞത് 1929 ഏപ്രിൽ 8 ഭഗത് സിംഗും അതേപോലെ തന്നെ വരുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നേരെ ബോംബെറിഞ്ഞത് 1929 ഏപ്രിൽ 8. ഭഗത് സിംഗിന്റെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ ലാഹോർ ഗൂഢാലോചന കേസിലാണ്. അപ്പോൾ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാ? ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിലാണ് ലാഹോർ ജയിൽ. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തനുണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറിയെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഹോറിലാണ്. അപ്പോൾ ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ആണ് PSC എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ LP-UPക്കും ഇത് ഉപകാരപ്രദമാണ് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് എന്നാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതു വർഷമാണ് ഭഗത് സിംഗ് ജനിച്ചത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ജന്മസ്ഥലം ലായ്പൂര്, പിതാവ് കിഷൻ സിംഗ് സിന്ധു, മാതാവ് വിദ്യാവതി, മരണം 1931 മാർച്ച് 23, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ഷഹീദി അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി, ഭഗത് സിംഗ് ജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് 1926. ലാലാ ലജ്പത് റായുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടായിരുന്ന ജോൺ പി സാൻഡേഴ്സിനെ വധിച്ച വ്യക്തിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ അംഗമായിരുന്നു. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയാണ് കോമ്രേഡ് എന്ന് പറയുന്നത്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായ രചനയാണ് അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ ആവില്ല. ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാ നാമങ്ങളാണ് വിദ്രാഹി, ബൽവന്ത്, രഞ്ജിത്ത്. ഭഗത് സിംഗ് രചിച്ച പ്രബന്ധങ്ങളാണ് വൈ ഐ ആം എത്തിസ്റ്റ്. ഭഗത് സിംഗ് വരുകേശർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബെറിഞ്ഞത് 1929 ഏപ്രിൽ 8. ഇനി ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാ? ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിലാണ് ലാഹോർ. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തനുണർവിന്റെ അടയാളമായി മാറിയെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 2 സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നമ്മൾ പഠിച്ചു, സുഭാഷ് ചന്ദ്രബോസും അതേപോലെ തന്നെ ഭഗത് സിംഗും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക. ഞാൻ കൂടുതലായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോകുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ഒത്തിരി ഉപകാരപ്രദമാണ്. പക്ഷേ കുറച്ച് പഠിച്ച ആളുകൾക്കാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ലാഗായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് കുറേ പ്രാവശ്യം, അതായത് കുറച്ച് നാളുകളായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു 1.5-ലോ 2x-ലോ ഇട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നായിട്ട് പോകാം. കാരണം നമുക്ക് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ക്ലാസ്സിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എല്ലാ തരക്കാർക്കും പെട്ട ആളുകൾക്കാണ്. അതായത് പുതിയതായിട്ട് ന്യൂ ബിഗിനേഴ്സ് ഉണ്ടാവും, അപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവും, സീനിയർ ഉണ്ടാവും, അങ്ങനെ പലരും ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക. അതേപോലെ തന്നെ നമ്മളിത് നമ്മുടേതായിട്ടൊരു സ്റ്റൈലിലാണ് നമ്മൾ പോകുന്നത്. മാക്സിമം പഠിച്ച് സെറ്റ് ആവുന്ന ലെവലിലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് ജസ്റ്റ് വായിച്ച് വിട്ട് എങ്ങനെയൊക്കെയോ കാണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റൊക്കെ നോക്കി വേണമെങ്കിൽ എഴുതിയെടുക്കാം, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ നോട്ട് നമുക്ക് ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം. വൺ ക്ലിക്ക് PSC ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ വന്ന് കയറിക്കോ, അവിടെ നിങ്ങൾക്കുള്ള നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.